ഹലോ, ഇന്നും ഒരേ സാദാ ചോറ് കഴിച്ച് മടുത്തിട്ടുണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വിരുന്നുകാരൊക്കെ വരുമ്പോൾ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റൈസ് റെസിപ്പിയാണ് നമുക്കിന്ന്. അതിനായിട്ട് ഞാനിവിടെ 2 ഗ്ലാസ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. ഇത് നേരത്തെ തന്നെ കുതിർത്തി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി മസാലയിലേക്ക് ഉണക്കനാരങ്ങ, ബേ ലീഫ്, ഏലയ്ക്ക, പട്ട, ചെറിയ ജീരകം, വലിയ ജീരകം, ഗ്രാമ്പൂ എന്നിവ ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു അരമുറി സവാളയാണ്. അരമുറി തന്നെ മതിയാവും. ഇനി ഒരു 7-8 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞും കൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. നല്ലതായിട്ട് കളറ് മാറി വരുന്നവരെ മൂപ്പിച്ചെടുക്കണം, വഴറ്റിയെടുത്താൽ പോരാ. അപ്പോൾ ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അറബിക് മസാല ഉണ്ടെങ്കിൽ അതാണേലും ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ 2 ഗ്ലാസ് അരിയല്ലേ എടുത്തിരിക്കുന്നത്. 2 ഗ്ലാസ് അരിക്ക് ചിക്കനും കൂടെ നമ്മൾ ഇതിനകത്ത് ഇടുന്നുണ്ട്. അപ്പോൾ 5 ഗ്ലാസ് വെള്ളം ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു പകുതി ചിക്കനാണ് എടുത്തിരിക്കുന്നത്. സ്കിന്നോട് കൂടിയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് ആ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ചിക്കന് നിങ്ങൾക്ക് സ്കിന്നില്ലാതെയോ ചെറിയ ചെറിയ പീസുകളായിട്ട് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഇനി ഇത് 10 മിനിറ്റ് അവിടെ അടച്ച് വെച്ച് വേവിക്കാം. ആ സമയം മാത്രം നമുക്ക് അരി കഴുകി കുതിർക്കാനായിട്ട് വെച്ചാൽ മതി. ഇപ്പോൾ ഏകദേശം 10 മിനിറ്റോടെ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ചിക്കന് വേകാനിടുന്ന സമയം മാത്രം അരി കഴുകി കുതിർക്കാൻ വെച്ചാൽ മതി. അപ്പോൾ ഓൾമോസ്റ്റ് 10 മിനിറ്റ് മാത്രം നമ്മുടെ അരി കുതിർക്കാൻ വെച്ചാൽ മതി. അപ്പോൾ ഞാനിവിടെ നമ്മുടെ ചിക്കന് വെള്ളത്തിൽ നിന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. 10 മിനിറ്റ് കുതിർത്ത് വെച്ചിരിക്കുന്ന ഈ അരി നമുക്ക് ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതും ഒരു 10 മിനിറ്റോളം നമുക്ക് വേവിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളും. നേരത്തെ കുതിർത്തൊന്നും വെച്ചിട്ടില്ലെങ്കിലും നമുക്ക് അരി പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളും. ആവശ്യത്തിന് ഉപ്പൂടെ ചേർക്കാൻ മറക്കണ്ട. ഇനി നമ്മൾ ആ പുഴുങ്ങി എടുത്തിരിക്കുന്ന ചിക്കനിലേക്ക് ഞാനിവിടെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് റെഡ് കളറും കുറച്ച് യെല്ലോ കളറും കൂടെ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. ഒരു വീഡിയോ എടുക്കാനൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഈ കളർ തേക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഞാൻ ഇനിയിപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് പുറമേ ഒന്ന് വെന്തായി കിട്ടാൻ വേണ്ടി ഒന്ന് ഓവനിൽ വെക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ചോറൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ചോറിൻ്റെ ഒരു സൈഡിലേക്ക് കുറച്ച് യെല്ലോ കളറും മറ്റേ സൈഡിലേക്ക് ഞാൻ കുറച്ച് റെഡ് കളറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ നടുവിലായിട്ട് ചെറിയൊരു പാത്രം വെച്ചതിന് ശേഷം ചെറിയൊരു ചാർക്കോൾ പീസ് വെച്ച് കൊടുത്ത് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ച് ഒരു സ്മോക്കി ഫ്ലേവറിന് വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ അടച്ച് വെക്കുന്നുണ്ട്. പത്ത് 15 മിനിറ്റോളം അടച്ച് വെച്ചാൽ മതിയായിരിക്കും. അപ്പോഴേക്ക് നമ്മുടെ ചോറിലൊക്കെ ആ ചാർക്കോളിൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ടാവും. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ആ സമയം കൊണ്ട് നമ്മൾ ഓവനിൽ വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ എടുത്തിട്ട് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു റൈസ് റെസിപ്പി, അറബിക് റൈസ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഓവൻ ഇല്ലെങ്കിൽ സാരമില്ല, കുറച്ച് ഓയിലിൽ ഫ്രൈ ചെയ്തെടുത്താലും മതി.